ഹലോ നമസ്കാരം. ഹോല വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഇലക്ഷനാണ്. എല്ലാ 3 വർഷം കൂടുമ്പോഴും ഇവിടെ ഇലക്ഷനാണ്. 2025 ഇലക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. 2 മേജർ പാർട്ടികളാണുള്ളത്, ലേബർ പാർട്ടിയും ലിബറൽ പാർട്ടിയും. അപ്പോൾ ഈ 2 കോമ്പറ്റീഷൻ നടക്കുന്നു. മെയ് 3-ാം തീയതി ഇലക്ഷൻ സമാപിക്കുകയാണ്. പിന്നെ പോസ്റ്റൽ വോട്ട്സ് ഒക്കെ കൗണ്ട് ചെയ്ത് എന്തായാലും മെയ് 16-ന് മുന്നായിട്ട് റിസൾട്ട്സ് വരും. അപ്പോൾ ഈ ഇലക്ഷൻ എങ്ങനെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഈ സെക്ടറിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഹാരിസ് പാർക്കിലാണ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ഷോപ്സ് ഉള്ള സ്ഥലമാണ് ഹാരിസ് പാർക്ക്. ഇന്ത്യക്കാരുമുണ്ട്, ഇന്ത്യൻ ഷോപ്സും ഉണ്ട്. ഇപ്പോൾ ഈ പാരമെറ്റയിൽ ഐ ടിക്കാരൊക്കെ ആദ്യം ജോലിക്ക് വരുമ്പോൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് പേര് ഇവിടെ തെലുഗു, മലയാളി, ഇങ്ങനെ എല്ലാ കമ്മ്യൂണിറ്റിയും ഉണ്ട്, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഒക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ ഹാരിസ് പാർക്ക് അല്ലെ ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ് തന്നെയാണ്, റീനെയിം ചെയ്ത് ലിറ്റിൽ ഇന്ത്യ. അപ്പോൾ ആ സ്ട്രീറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ഉള്ളത് മലബാർ ഗോൾഡ്, ഈയിടെ ഓപ്പൺ ചെയ്തതാണ്. അതുപോലെ മലബാർ ഗോൾഡ് നിങ്ങൾക്ക് കാണാം എൻ്റെ ബാക്ക് ഡ്രോപ്പിൽ. ആൻഡ് വി വിൽ ഗോ ആൻഡ് സീ വാട്ട് ഇസ് ദെയർ ഇൻ ഹാരിസ് പാർക്ക്. ഒപ്പം തന്നെ നമ്മുടെ ഇലക്ഷൻ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞു പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇലക്ഷൻ നടക്കുകയാണ്. ഇപ്പോൾ പാരമെറ്റയിലെ മേജർ 2 കണ്ടസ്റ്റൻസ് ആണ് ഈ കാണുന്നത്. ആൻഡ്രൂ ചാൾട്ടൺ ഫോർ ലേബർ പാർട്ടി ആൻഡ് കേറ്റി മുളൻസ് ഫോർ ലിബറൽ പാർട്ടി. അപ്പോൾ ഇവർ രണ്ടുപേരെ നിങ്ങൾക്ക് കാണാം, വേറെ കാൻഡിഡേറ്റ്സും ഉണ്ട്. എന്തായാലും ഇവിടെ വിജയ സാധ്യത കൂടുതലും ആൻഡ്രൂ ചാൾട്ടൺ ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ ലേബറാണോ ലിബറലാണോ ടൈറ്റ് കോമ്പറ്റീഷനാണ്. നമ്മൾ ആരെ പിന്തുണയ്ക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും എടുക്കുന്ന ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ്റെ ഒരു സമീപനം ഒരു പൊളിറ്റിക്കൽ സ്കേപ്പ് ഗോട്ട് ആക്കാനുള്ള ശ്രമം രണ്ട് സൈഡിലും ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പൂർണ്ണമായി ആരെയും ഇൻ്റർനാഷണൽ ഏജൻസും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസും പിന്തുണയ്ക്കുന്നില്ല. എന്നാലും തമ്മിൽ ഭേദം തൊമ്മൻ ആയതുകൊണ്ട് ലേബർ പാർട്ടിയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ലേബർ പാർട്ടിക്കാണ് വിജയസാധ്യത എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താണ് ഇവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ലേബർ പാർട്ടി പറയുന്ന വിസ ഫീസ് ഇപ്പോൾ $1,600 എന്നുള്ളത് ഇനിയും കൂട്ടി $2,000 ആക്കും എന്നുള്ളതാണ്. ആൻഡ് നമ്മുടെ ലിബറൽ പാർട്ടി പറയുന്നത് $5,000 ആക്കുമെന്നാണ്. അപ്പോൾ ലേബർ പാർട്ടിയാണ് ഇപ്പോൾ ഭരിക്കുന്നത്, ആന്റണി ആൽബനീസ്. ആൻഡ് സെയിം മന്ത്രിസഭ തുടരുകയാണെങ്കിൽ ഫീസ് കൂടി 2,000-ലേക്ക് എത്തുള്ളൂ. എന്നാൽ ഒപ്പോസിഷൻ പാർട്ടി ലീഡ് ചെയ്യുന്ന പീറ്റർ ഡട്ടനാണ് ഈ ഫീസ് കമ്മിങ് ഇൻ ടു പവർ തിങ്സ് വിൽ ബി ബാഡ്, $5,000 ആയിട്ട് ഫീസ് കൂടും. അപ്പോൾ യൂണിവേഴ്സിറ്റീസും ഒക്കെ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും എന്താണെന്ന് കാണാം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കോവിഡിന് ശേഷം ഒരുപാട് മൈഗ്രൻസ് വരികയും അതിനോടനുബന്ധിച്ച് ഹൗസിംഗ് ക്രൈസിസ് ഉണ്ടായി. അപ്പോൾ ഇതിനെല്ലാം ഒരു സ്കേപ്പ് ഗോട്ടായിട്ട് ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷനാണ് ഇതിനെല്ലാം കാരണമെന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഡ്രാമ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പൊളിറ്റിക്സ് അല്ല നോക്കേണ്ട. കാരണം ഓസ്ട്രേലിയയുടെ 4th ബിഗ്ഗസ്റ്റ് എക്കണോമിയാണ് എഡ്യൂക്കേഷൻ. അപ്പോൾ എക്കണോമിക് സെക്ടറാണ്. അപ്പം ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വേണം പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഈ ഒരു ഇതിലേക്ക് വരിക. ആൾക്കാരൊന്നും മണ്ടന്മാരല്ല. ബട്ട് ലെറ്റ്സ് സീ ഹൗ ദ റിസൾട്ട്സ് വിൽ കം ഔട്ട്, ഹൗ ദ റിസൾട്ട്സ് വിൽ ടേൺ ഔട്ട്. ഒരുപാട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് നിയമ ഭേദഗതികളൊക്കെ വരുത്തിയത് നമുക്കറിയാം. ഈ സ്റ്റുഡൻറ്റ് വിസ ഹോപ്പിംഗ് അത് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അതുപോലെ വിസ ഫീസ് ഇൻക്രീസ് ചെയ്തതും, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 യൂണിവേഴ്സിറ്റി ആ ഒരു അസസ്മെൻറ്റ് ലെവൽ വെച്ച് വിസ കിട്ടാനുള്ള ഡിലേ കൊണ്ടുവരുന്നതും, അതുപോലെ റീസെൻ്റായിട്ട് ക്യാപ്പിംഗ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ക്യാൻ എൻറോൾ ഫോർ വൺ പർട്ടിക്കുലർ ഇയർ, അതിനൊരു ക്യാപ്പിംഗ് കൊണ്ടുവരുന്നു. ഓരോ യൂണിവേഴ്സിറ്റി വൈസ് ക്യാപ്പിംഗ് കൊണ്ടുവരാൻ ശ്രമിച്ചതും അത് പാർലമെൻറ്റിൽ ചിലവാതെ വന്നപ്പോൾ മിനിസ്ട്രിയൽ ഡയറക്ഷൻ ഇറക്കി അവർ ആ ഉദ്ദേശിച്ച കാര്യം ഏകദേശം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. നിങ്ങൾക്കറിയാം 80% ഓഫ് ദാറ്റ് നമ്പർ മീറ്റ് ചെയ്യുമ്പം പ്രയോറിറ്റി 1, അതിന് മുന്നേ വരെ പ്രയോറിറ്റി 1-ൽ ഓടും, അതിനുശേഷം പ്രയോറിറ്റി 2 ഡിലേഡ് ആയിട്ട് വരുന്നൊരു സംഭവം. അപ്പം ഇതിനേക്കാളും ടൈറ്റൻ ചെയ്യണമെന്നാണ് പീറ്റർ ഡട്ടൻ പറയുന്നത്. അപ്പോൾ അത് പീറ്റർ ഡട്ടൻ ആണ് വരുന്നതെങ്കിൽ ഒരു കാര്യം ഓർക്കുക, കുറച്ചും കൂടെ പ്രോസസ്സ് ടൈറ്റ് ആകും. പ്രോസസ്സ് ടൈറ്റ് ആയാലും ഹോല വേൾഡിന് പേടിയില്ല. കാരണം ഞങ്ങളുടെ പ്രോസസ്സ് സൂപ്പറാണ്. ഞങ്ങൾ നന്നായി സ്ക്രീൻ ചെയ്ത് നല്ലതായിട്ട് ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്നതാണ്. നമുക്ക് വിസകൾ ഇപ്പം വളരെ ഫാസ്റ്റായിട്ട് വരുന്നു, സെയിം ഡേ തന്നെ വിസ വരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു കുഞ്ഞ് അപ്ഡേറ്റും കൂടെ പറയട്ടെ. ഈ പ്രയോറിറ്റി 1, പ്രയോറിറ്റി 2 മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻസ് ഇടാനും. അതുപോലെ പെട്ടെന്ന് എല്ലാ ഡോക്യുമെൻറ്റ്സും തയ്യാറാക്കി നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ വിസ വളരെ ഫാസ്റ്റായിട്ട് വരുന്നുണ്ടെന്നും കാണുന്നുണ്ട്. ഗ്രൂപ്പ് ഓഫ് 8-ലെ വിസാസ് വരാൻ കൂടുതൽ സമയം എടുക്കുന്നതും അത്ഭുതകരമായി നമ്മൾ കാണുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ദോശ ഹട്ട് റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ വരുന്നവരോടൊക്കെ ഞാൻ വിസിറ്റ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പം ഞങ്ങളും ഒന്ന് വിസിറ്റ് ചെയ്യട്ടെ. സീ യു സൂൺ. ദിസ് ഇസ് ജസ്റ്റ് വിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.